ഹരേ കൃഷ്ണ, ശംഭോ മഹാദേവ, ഗംഗാമയ്യ കി ജയ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു ചരിത്രമാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അഴിമല എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ 50 അടി ഉയരമുള്ള മഹാദേവൻ്റെ ഒരു വിഗ്രഹമാണ്. ഗംഗാദേവിയെ മഹാദേവൻ ജടയിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള, നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രത്തോളം സുന്ദരമായിട്ടുള്ളൊരു വിഗ്രഹമാണ് സമുദ്രതീരത്തായിട്ട് നിൽക്കുന്നത്. ഇത് തിരുവനന്തപുരത്തിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ്. ഗൂഗിളിൽ നിങ്ങൾ അഴിമല ശിവക്ഷേത്രം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഗംഗാദേവിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വിഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഗംഗാദേവി എങ്ങനെ ഈ ലോകത്ത് വന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഈ ചരിതം എല്ലാവരും കേൾക്കണം. ഈ ചരിതം കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കും. ഇക്ഷ്വാകു വംശത്തിലെ സഗര രാജാവ്, അദ്ദേഹം യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യജ്ഞത്തെ തടയാൻ പല പ്രാവശ്യം ദേവേന്ദ്രൻ ശ്രമിച്ചു. അശ്വമേധ യജ്ഞത്തിനായിട്ടുള്ള കുതിരയെ പല പ്രാവശ്യവും അപഹരിച്ചു കൊണ്ടുപോയി. അവസാനം സഗര രാജാവ് കുതിരയെ കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 60,000 മക്കളെ കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയുക. അങ്ങനെ അവർ ത്രിലോകങ്ങളും അന്വേഷിച്ചു തുടങ്ങി, ഉപരിലോകങ്ങളൊക്കെ നോക്കി. അവസാനം ആദ്യം അവർ വിചാരിച്ചു ഭൂമണ്ഡലത്തിൽ തന്നെ നോക്കാമെന്ന്. അങ്ങനെ അധമ ലോകങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചു. അത്തള, വിത്തള, സുതള, തലാതള, രസാതള, മഹാതള, പാതാളതളം. അതിനെക്കുറിച്ച് വലിയൊരു ചരിത്രം തന്നെ രാമായണത്തിലും ഭാഗവത്തിലും പറയുന്നുണ്ട്. അവർ 8 ദിശകളിലൂടെയും പോയി. അവർ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും ഒക്കെ കണ്ടു. ഭൂമണ്ഡലത്തിനെ താങ്ങി നിർത്തുന്ന 8 ആനകളെയും അവർ കണ്ടു. അങ്ങനെ അവർ താഴോട്ട് പോകുന്ന സമയത്ത് പാതാള ലോകത്തിൽ കപിലമുനി സാക്ഷാൽ ഭഗവാന്റെ അവതാരം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. കപിലമുനിയുടെ അടുത്തായിട്ട് ഈ കുതിരയെ കാണുകയാണ്. ദേവേന്ദ്രൻ കുതിരയെ അവിടെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ 60,000 മക്കളും തെറ്റിദ്ധരിച്ചു കപിലമുനി തന്നെയാണ് അവരുടെ അശ്വത്തെ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് കപിലമുനിയെ കളിയാക്കുകയും കപിലമുനിയെ കൊല്ലാനും ഓടി വന്നു. കപിലമുനി സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ ഒന്ന് നോക്കിയപ്പോൾ തന്നെ അവരെല്ലാം ഭസ്മം. ഗതി കിട്ടാതെ അവരുടെ ആത്മാവ് വലയാൻ തുടങ്ങി. അങ്ങനെ സഗരപുത്രന്മാരെ അന്വേഷിച്ച്, കുതിരയെ അന്വേഷിച്ച് സഗര രാജാവ് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കെ അംശുമാനെ പറഞ്ഞയക്കും. അംശുമാൻ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ്. അങ്ങനെ അന്വേഷിച്ച് അംശുമാനും ഇവിടെ തന്നെ വരും. അപ്പോൾ ഈ ചിതാഭസ്മം കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പൂർവികരെല്ലാം മരിച്ചു കിടക്കുകയാണ്. ഒരുപാട് വിഷമം തോന്നി. കപിലമുനിയോട് ക്ഷമ ചോദിച്ചു. കപിലമുനി പറഞ്ഞു, ഇവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വരണം, പാതാള ലോകങ്ങളിലേക്ക് വരണം. അങ്ങനെ അംശുമാൻ കുതിരയും കൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തുകയും ഇത് സഗരനോട് പറയുകയാണ്. സഗരൻ അത് കേട്ടപ്പോൾ വളരെ വിഷമമായി. യജ്ഞം പൂർത്തീകരിച്ചു. എന്നിട്ട് സഗരൻ കാലാവധി കഴിഞ്ഞപ്പോൾ അംശുമാനാണ് അടുത്ത രാജാവ്. പക്ഷെ അംശുമാൻ വാക്ക് നൽകി, ഞാൻ തപശ്ചര്യ കൊണ്ട് ഗംഗാദേവിയെ ഈ ലോകത്തിൽ കൊണ്ടുവരാം. ഒരുപാട് തപസ് ചെയ്തിട്ടും ഗംഗാദേവി വന്നില്ല. അവസാനം അംശുമാൻ്റെ മകനായ ദിലീപനും ആ തപശ്ചര്യ ഏറ്റെടുക്കുകയാണ്. ദിലീപനും അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. അവസാനം ഭഗീരഥൻ, ഒന്ന് ആലോചിച്ചു, 5 തലമുറ ഇതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. 5ാമത്തെ തലമുറയിൽ വന്ന ഭഗീരഥ രാജാവ്, അദ്ദേഹം ദിലീപിനോട് പറഞ്ഞു, ഞാൻ രാജ്യസുഖഭോഗങ്ങളൊന്നും സ്വീകരിക്കത്തില്ല, എങ്ങനെയെങ്കിലും തപസ്യ ചെയ്ത് ഞാൻ ഗംഗാദേവിയെ ലോകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അതിനെയാണ് ഭഗീരഥ പ്രയത്നം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഭഗീരഥ ഋഷിക്ക് ജയ. അതുകൊണ്ടാണ് ഗംഗാദേവിയെ ഭഗീരഥി ഗംഗെ എന്ന് പറയുന്നത്. അന്നേരം ഭഗീരഥ ഋഷി ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്തു. ഒരുപാട് വർഷങ്ങൾ
തപസ്യയിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ദർശനം നൽകി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഭഗീരഥ ഋഷി പറഞ്ഞു, ഗംഗാദേവി ഈ ഭൂമിയിൽ അവതരിക്കണം, എങ്കിൽ മാത്രമേ പാതാള ലോകത്തിൽ ഇപ്പോഴും ഗതി കിട്ടാതെ അലയുന്ന എൻ്റെ പൂർവികർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഗംഗാദേവി വരാൻ തയ്യാറാണ്. പക്ഷെ ഗംഗാദേവിയുടെ ആ ഒരു ശക്തമായിട്ടുള്ള ഒഴുക്കിനെ താങ്ങാൻ ഭൂമിദേവിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. സാക്ഷാൽ മഹാദേവനെ നീ സന്തുഷ്ടനാക്കണം, മഹാദേവൻ്റെ അനുവാദം മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭഗീരഥ ഋഷി വീണ്ടും മഹാദേവൻ്റെ തപസ് ചെയ്യുകയാണ്. അങ്ങനെ മഹാദേവൻ ദർശനം നൽകി മഹാദേവനോട് അഭ്യർത്ഥിച്ചു, ഗംഗാദേവി അങ്ങ് സ്വീകരിക്കണമെന്ന്. എന്നിട്ട് മഹാദേവൻ പറഞ്ഞു, ഞാനതിന് തയ്യാറാണെന്ന്. വീണ്ടും ഗംഗാദേവിയെ തപസ് ചെയ്തു. ഒന്ന് ആലോചിച്ചോളെ, അത്രയ്ക്ക് കഷ്ടപ്പെട്ടു ഭഗീരഥ ഋഷി. അങ്ങനെ ഗംഗാദേവിയെ വീണ്ടും തപസ് ചെയ്ത് ഗംഗാദേവി സന്തുഷ്ടയായി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാദേവി വരാൻ തയ്യാറായപ്പോൾ മഹാദേവൻ ഗംഗാദേവിയെ നോക്കുന്ന പോലുമില്ല, ഒരു ശ്രദ്ധയില്ലാതെ വേറെന്തോ കാര്യം ചെയ്യുന്നതായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. അന്നേരം ഉടനെ ഗംഗാദേവി വിചാരിച്ചു, അത് ശരി, എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലേ, എങ്കിൽ പിന്നെ മഹാദേവൻ ഉൾപ്പെടെ എല്ലാത്തിനെയും ഞാൻ ഭൂമി പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ശക്തി എന്നാണ് മഹാദേവ് അറിയട്ടെ എന്ന് പറഞ്ഞു. ഇത് മഹാദേവന് മനസ്സിലായി. ഗംഗാദേവി ശക്തമായിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയതും മഹാദേവൻ ജട അങ്ങോട്ട് തുറന്നു, ജടയ്ക്കകത്ത് ഒളിപ്പിച്ചു ഗംഗാദേവി. ഹര ഹർ മഹാദേവ് കീ ജയ. ഇത്രയും ശക്തമായിട്ടുള്ള ഗംഗാദേവി മഹാദേവൻ്റെ ജടയിൽ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. വീണ്ടും ഭഗീരഥന് ടെൻഷനായി. ഭഗീരഥ ഋഷി വീണ്ടും മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവ കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ വീണ്ടും ജട കെട്ട് അഴിക്കുകയാണ്. അങ്ങനെ മഹാദേവൻ്റെ ജടയിലെ ഓരോരോ മുടിയിലൂടെ തുള്ളി തുള്ളിയായിട്ട് ഗംഗാദേവി ഒഴുകാൻ തുടങ്ങി. എന്നാണ് ചോദിച്ചത്, തുള്ളി തുള്ളിയായിട്ട്. പക്ഷെ അവിടുത്തെ തുള്ളി ഇവിടുത്തെ വലിയൊരു ഇതാണ്. ഒന്നാലോചിച്ചു. അങ്ങനെയാണ് ഗംഗോത്രിയിൽ നിന്നും ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നതും ഇവിടെ നിന്നും പിന്നെ പാതാള ലോകങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പേ വേറൊരു സംഭവം നടന്നു. ഗംഗാദേവി ഇങ്ങനെ പോകുന്ന സമയത്ത് ജാനവ ഋഷിയുടെ ആശ്രമത്തിലൂടെ പോവുകയാണ്. ജാനവ ഋഷിക്ക് അറിയത്തില്ലല്ലോ ഗംഗാദേവി വരികയാണ്. ജാനവ ഋഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനവ ഋഷിയുടെ കയ്യിലെ കമണ്ടലവും ഗംഗാദേവിയുടെ ഒഴുക്കിൽ പെട്ടുപോയി. ജാനവ ഋഷി ദേഷ്യമായി. എന്നിട്ട് ഒറ്റ കുടിക്ക് ഗംഗാദേവി മുഴുവൻ കുടിച്ചു. ആ ഋഷിയുടെ തപോബലം ഒന്ന് നോക്കണേ, ഗംഗാദേവിയെ കാണാനില്ല. അവസാനം ഭഗീരഥ ഋഷി വീണ്ടും വിഷമിച്ചു. വീണ്ടും ജാനവ ഋഷിയെടുത്ത് പറഞ്ഞു, കാരുണ്യപൂർവ്വം അങ്ങ് ഗംഗാദേവിയെ ഒഴുകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജാനവ ഋഷിയുടെ ചെവിയിലൂടെ ഗംഗാദേവി വീണ്ടും ഒഴുകിയാണ്. അങ്ങനെയാണ് ഗംഗാദേവിയുടെ പേര് ജാനവി എന്നുള്ള പേര്. ജാനവി ഗംഗാമയ്യാക്കി ജയ. അങ്ങനെ അത് ഗംഗാദേവി ഒഴുകി നേരെ പാതാള ലോകങ്ങളിലെത്തി. ഈ ഭഗീരഥ ഋഷിയുടെ പൂർവികർക്കെല്ലാം സ്വർഗപ്രാപ്തി ലഭിക്കുകയാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഭഗീരഥി ഗംഗയുടെ ആ ഒരു ചരിത്രം. വാരാണസിയിൽ ഗംഗാദേവി ഇങ്ങനെ ഒഴുകുന്നു. ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. കാരുണ്യപൂർവ്വം ഗംഗാമയ്യ ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗംഗാദേവി ഇത്രയും പവിത്രമായിരിക്കുന്നത്? കാരണം വാമന അവതാരത്തിൽ ഭഗവാന്റെ കാലങ്ങോട്ട് പൊക്കി ഭഗവാന്റെ കാലിലെ തള്ളവിരൽ കൊണ്ട് ബ്രഹ്മാണ്ടത്തിനൊരു സുഷിരം വന്നു. ആ തള്ളവിരലിൽ തന്നെ ബ്രഹ്മദേവൻ കാല് കഴുകുകയാണ്. അന്നേരം ബ്രഹ്മദേവൻ കമണ്ടലൂരിൽ നിന്ന് ആ വെള്ളം എടുത്ത്, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണജലമുണ്ട് ബ്രഹ്മാണ്ടത്തിന് പുറത്തായിട്ട്. അന്നേരം ആ വിരജാ നദിയിലെ ആ കാരണസമുദ്രത്തിലെ വെള്ളമാണ് ആ സുഷിരത്തിലൂടെ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ കയറുന്നത്. അത് ഭഗവാന്റെ തള്ളവിരൽ കഴുകി അത് നേരെ ബ്രഹ്മദേവൻ്റെ കമണ്ടലൂരിൽ ബ്രഹ്മദേവൻ സൂക്ഷിക്കും. എന്നിട്ട് ആ വെള്ളം ഒഴുകി ധ്രുവലോകത്തെത്തും. ധ്രുവലോകത്തിൽ നിന്നും സപ്ത ഋഷികളുടെ ലോകത്തെത്തും. അവരെല്ലാം ഈ ഗംഗാജലത്തെ ശേഖരിക്കുകയാണല്ലോ. അതിനുശേഷമാണ് സ്വർലോകം കഴിഞ്ഞ് നേരെ ജംബൂദ്വീപിൻ്റെ നടുക്കായിട്ടുള്ള സുമേരു പർവ്വതത്തിൽ വീണ് 4 ഭാഗത്തായിട്ട് ഗംഗാദേവി 4 ഭാഗമാകുകയാണ്. അതിൽ പല പല പേരുകളുണ്ട്. നമ്മുടെ ഭാരതവർഷത്തിൽ വരുന്ന ഗംഗാദേവിയുടെ ആ ഒരു ഭാഗത്തെ പറയുന്നത് അളകനന്ദ എന്നാണ്. മറ്റ് സതി, അങ്ങനെ പല പല പേരുകളും ദേവിക്കുണ്ട്.
അന്നേരം നമ്മുടെ ഭാരതവർഷത്തിൽ വരുന്ന ആ ഒരു ഗംഗാദേവിയുടെ ഭാഗം അളകനന്ദ എന്നാണ്. അങ്ങനെ നമുക്ക് ആക്സസിബിളായിട്ടുള്ളത് ഗംഗോത്രി മുതല, പക്ഷെ അതിന് മുമ്പേയും ഗംഗാദേവിയുണ്ട്. പിന്നെ നമുക്ക് പാതാള ലോകങ്ങളിലേക്കുള്ള ആക്സസും ഇല്ല. പക്ഷേ ഭൂമിദേവി ഇവിടുന്ന് ഗംഗാസാഗരം വഴി, അതായത് കൽക്കട്ടയിലുള്ള ഗംഗാസാഗരം വഴി ഗംഗാദേവി നേരെ പാതാള ലോകങ്ങളിലേക്കാണ് പോകുന്നത്. അന്നേരം സാക്ഷാൽ ശ്രീമദ് നാരായണൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ പാദം കഴുകിയ ജലമാണ് ഗംഗ എന്ന് പറയുമ്പോൾ തന്നെ കോടാനുകൂടി ജന്മങ്ങൾ ചെയ്ത പാവം നശിക്കുകയുള്ളതാണ്. ഗംഗ എന്ന് സ്മരിക്കുമ്പോൾ തന്നെ നമ്മൾ ഗംഗയിൽ കുളിച്ച അതേ അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. അന്നേരം ഗംഗാദേവിയിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ എന്തുമായിരിക്കും അനുഗ്രഹം അല്ലേ? അതാണ് നമ്മൾ ഈ ഒരു അഴിമല മഹാദേവ ക്ഷേത്രത്തിൽ വരുമ്പോൾ. പിന്നെ എന്തുകൊണ്ടാണ് മഹാദേവൻ ഇത്രയും ജടയിൽ ഗംഗാദേവിയെ സ്വീകരിക്കാൻ തയ്യാറായത്? കാരണം എന്താ? ഭഗവാന്റെ പാദം കഴുകിയ ജലമാണ്. മഹാദേവന് വലിയ സന്തോഷമാണ് സാക്ഷാൽ ഭഗവാന്റെ പാദം കഴുകിയ ജലത്തെ സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഈ ലീല സ്മരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു 50 അടി ഉയരമുള്ള ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ മഹാദേവൻ്റെ അതിസുന്ദരമായിട്ടുള്ളൊരു ശിവലിംഗമുണ്ട്, പാർവതി ദേവിയുണ്ട്, വിഘ്നേശ്വരനുണ്ട്. ചന്ദനമൊക്കെ ചാർത്തി മഹാദേവനെ നന്നായി അലങ്കരിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് വരുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം സന്ദർശിക്കുക. അതിമനോഹരമായിട്ടുള്ളൊരു സമുദ്ര തീരം ഇവിടെയുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഭഗവാന്റെ തിരുനാമമൊക്കെ ജപിക്കാൻ ഏറ്റവും ഉത്തമ സ്ഥലമാണ്. ഹർ ഹർ മഹാദേവ് കി ജയ്, ഗംഗാ മയ്യ കി ജയ്.